ജനങ്ങൾക്ക് ജലക്ഷാമത്തെക്കുറിച്ച് ഒരു ധാരണയില്ലെന്ന് കലക്ടർ എസ് ചന്ദ്രശേഖർ കണ്ണൂരിൽ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ ജലക്ഷാമം വലിയ തോതിൽ അനുഭവിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് അവർക്ക് അതേപറ്റി വലിയ ധാരണയില്ലാത്തത് എന്നും കലക്ടർ പറഞ്ഞു. മഴവെള്ള സംഭരണി ഭൂഗർഭജലത്തെ സംരക്ഷിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഭൂജല വകുപ്പ് നാഷണൽ ഹൈഡ്രോളജിക്കൽ പ്രൊജക്ട് ഹൈഡ്രോളജിക്കൽ ഡാറ്റ യൂസേജ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ളം ശേഖരിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷിക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഇല്ല എങ്കിലും പോലും ഇപ്പോഴും നമ്മൾ വേനൽക്കാലം വരുമ്പോൾ കുറേ വരൾച്ച സംഭവിക്കുമ്പോൾ പല ജില്ലകളിലും കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ അത് ഒരു ആദ്യം അങ്ങനെ ഒരു കുടിവെള്ളത്തിൽ നമ്മൾ വേനൽക്കാലത്ത് ടാങ്കറിലൊക്കെ വെള്ളം നമുക്ക് അയക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ആദ്യം ഇവിടെ വന്ന ശേഷം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. എങ്ങനെയാണ് ഇവിടെ കുടിവെള്ളം ടാങ്കറിൽ എത്തിച്ച് ഇത് ഇത്രയും മഴ കിട്ടുന്ന സ്ഥലത്ത്? അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, അപ്പോൾ നമ്മൾ മഴ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇത് നമുക്കറിയാം. ഇത് എത്ര മഴ കിട്ടിയാലും ഇതിൻ്റെ നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ഒരു ടോപ്പോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു ടോപ്പോഗ്രാഫിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ആവശ്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ MG എനർജീസ് തടയണകൾ ഉണ്ടാക്കുന്നതും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ എല്ലാ വീടുകളിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പബ്ലിക് ബിൽഡിങ്ങിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗും ചെയ്യുന്നതോടുകൂടി നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ദിവാകരൻ KK അധ്യക്ഷത വഹിച്ചു. NHP സൂപ്രണ്ട് ഡോക്ടർ G ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ഷാബി B, പ്രകാശൻ K, ബിന്ദു ഗോപിനാഥ്, പ്രവീൺ കുമാർ KK തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ.